യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത് ശരിയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യ്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാം. എന്റെ അങ്കിളെ ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നിനക്കത് പറയാം. അയാൾക്ക് ബോധം തെളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളടക്കം സകലതും അയാൾ വിളിച്ചു പറയും. അങ്കിളൊന്ന് സമാധാനിക്കും. പെണ്ണായ ഞാൻ വരയ്ക്കുന്നില്ലല്ലോ. എന്നിട്ടാണോ എന്നെക്കാളും പ്രായവും തടിമിടുക്കുള്ള അങ്കിള്? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? തുറന്നു പറയുന്നുണ്ട്, അങ്കിളിനൊന്നും തോന്നരുത്. അങ്കിളിന് ശരിക്കും ഒരു കാര്യപ്രാപ്തി ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പേടിച്ച് വരച്ചിരിക്കോ? വെറുതെ അല്ല ചേട്ടൻ സ്വത്തുക്കളൊന്നും അങ്കിളുടെ പേരിൽ എഴുതിത്തരാതിരുന്നത്. അങ്കിൾ എല്ലാം കൊണ്ട് തൊലയ്ക്കുന്നത് ചേട്ടൻ അറിയാം. ശരിയാ, നീ പറഞ്ഞത് ഒരളവ് വരെ ശരിയാ. ഇപ്പൊ എനിക്ക് ഇത്ര പേടിയുണ്ട്. കാരണം അപ്പുറത്തുള്ളത് എന്റെ ഏട്ടനാ. ഓ, ഏട്ടൻ സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ലടി. നീ ഏട്ടന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. പാവവും ശുദ്ധനും എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നവനുമായ ഒരു നന്ദഗോപന്റെ മുഖം. പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു നന്ദഗോപനുണ്ട്. എന്തിനെ ഏതിനെയും എങ്ങനെ നേരിടാൻ അറിയാവുന്ന ഒരു നന്ദഗോപൻ. ഞാനും നീയൊന്നുമല്ല, സേനാപതിയോ കമ്മീഷണർ ഹേമേന്ദ്രനോ ആരും ആയിക്കോട്ടെ, ആ നന്ദഗോപന്റെ മുമ്പിൽ നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഏത് തരത്തിലായാലും. അന്നത്തെ ആക്സിഡന്റിന് ശേഷമാ ഏട്ടൻ ഇങ്ങനെ ആയത്. പഴയ നന്ദഗോപന്റെ നിഴൽ മാത്രമാണെന്നറിഞ്ഞിട്ടും ഇപ്പോഴും കമ്മീഷണർ ഹേമേന്ദ്രനെ നേരിട്ട് മുട്ടാൻ തോന്നിയോ? നിന്നെ എന്നെ ഇടയിൽ നിർത്തി കളിക്കുകയല്ലേ ഉണ്ടായത്.